നിന്റെ അടുത്ത് ആര് പറഞ്ഞടി എന്റെ അടുക്കളയിൽ കയറാൻ? ഓഹോ, അതിനിടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കിയ? ഇതൊക്കെ ആരെടുത്ത് ചോദിച്ചിട്ടാണ് നീ ഉണ്ടാക്കണത്? ഞാൻ ആരാണെന്ന്? ഞാനാണ് ഇതിന്റെ കോളിനാൾ, മനസ്സിലല്ലേ? ദിസ് ഈസ് മൈ ടെറിട്ടറി. ഇതിനകത്ത് ആരും കയറണത് എനിക്ക് ഇഷ്ടമല്ല. ആണോ? എന്നാലേ തന്റെ ഈ ടെറിട്ടറി ഇപ്പൊ ഞങ്ങളുടെ ടെറിട്ടറിയാ. ടെറിട്ടറിയാ? മനസ്സിലായെന്ന? ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ വേല ഒന്നും എന്റെ അടുത്ത് നടക്കൂല. മോലാളിക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് സോപ്പിടാനുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കൂല. കാരണം മോലാളിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര വെറുപ്പാണ്. ആണോ? എന്നാലേ മുതലാളിക്ക് ഞങ്ങളുടെ അടുത്തല്ല, തന്റെ അടുത്താണോ വെറുപ്പ്? എന്റെ അടുത്താ? എന്റെ അടുത്ത് അങ്ങനെ ഒന്നും വെറുപ്പൊന്നുമില്ല. എന്നാലേ ഇപ്പൊ കേറി ചെന്ന് കൊടുക്കണ്ടട്ടാ, ഇടിച്ച് പഞ്ചറാക്കി കളയും മുതലാളി. വേഗം അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, വേഗം ഓടിക്കും. അല്ല കാര്യം എന്ന് പറയാം മോലാളി എന്നെ ദേഷ്യപ്പെടാണ്ട കാര്യം എന്താന്ന് എനിക്കറിയില്ലേ? താൻ മുതലാളിനെ കൊല്ലാൻ നോക്കിയില്ലേ? നുണ പറയണ നോക്കി, പേരും കള്ളി കള്ളി നുണ പറയണ നോക്കി നോക്ക്. എന്റെ അടുത്ത് നുണ പറയരുത്. ഒന്നാമത്തെ കള്ളനായിരുന്നു. സത്യം നോള പേരുണ്ട്. താൻ പറയണോ നോണ? നീ പൊടി പെരും കള്ളി. ഞങ്ങൾ ആ റൂമിൽ ഓടി കയറിയപ്പോ താൻ കൊല്ലാൻ നോക്കിയില്ലടോ? ഞാൻ കൊല്ലാനൊന്നും നോക്കിയില്ല. ഒന്ന് മാറോ താൻ സംസാരിക്കാൻ. മോളെ കഞ്ഞി റെഡിയായ? മുതലാളി കൊണ്ട് കൊടു. മുതലാളി വിശന്നിരിക്കണ്. അങ്ങനെ ആർക്ക് കഞ്ഞി കൊടുക്കാൻ നോക്കണ്ട. മുതലാളിക്ക് ഞാൻ തന്നെ കഞ്ഞി കൊണ്ട് കൊടുക്കും. നീ കൊണ്ടുകൊടു മോളെ. നടക്കണ്ടടാ. എടാ പന്ന പറട്ടെ, നീ എന്റെ സ്ഥാനം അടിച്ചു മാറ്റാൻ നോക്കിയാലടാ. പക്ഷെ ദൈവം എന്റെ കൂടെ ആണ്ടാ. അതുകൊണ്ടാണ് മുതലാളി നിന്റെ ഇടി കൊണ്ട് ബോധം കെട്ട് വീണതും അത് നമ്മൾ കണ്ടതും. പക്ഷെ ഇനി നിന്റെ കളിയൊന്നും നടക്കൂലടാ. കൂടും കൊടുക്ക എല്ലായിടത്തോട്ട് വിട്ടോ വിട്ടോ. ഓഹോ, ഭീഷണിയാണോ? ആ ഭീഷണിയാണടാ. എന്നാ നമുക്ക് കാണാടാ. ഈ പോടാ പോടാൻ. ഈ പോടാ. മുതലാളി എങ്ങനെയുണ്ട് മുതലാളി കഞ്ഞി? കൊള്ളാം. ചാരുമോൾ ഉണ്ടാക്കിയതാണ്. തക്ക സമയത്തിന് നമ്മളിവിടെ കണ്ടത് കാര്യമായി. ഇല്ലെങ്കിൽ എന്തൊരായനെ. ആ സത്യാണങ്ങളെ. ഇല്ലെങ്കിൽ എന്റെ പത്രത്തിലെ ശരമക്ക വെള്ളത്തില് മുതലാളിയുടെ ഫോട്ടോ കണ്ടേനെ. ഇപ്പൊ അങ്കിളിന് മനസ്സിലായില്ലേ ഞങ്ങൾ എല്ലാരും നല്ല പിള്ളേരാന്ന്? നീ എന്തിനാ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് നമ്മൾ അങ്കിളെ കാണിക്കാനോ വീട് തിരിച്ചു ചോദിക്കാനോ ഒന്നും അല്ലല്ലോ ചെയ്തത്. അങ്കിളൊരു കാര്യം അറിയോ? എനിക്ക് അങ്കിളിനെ കണ്ടപ്പോ എന്റെ അപ്പൂപ്പനെ ഓർമ്മ വന്നേ. അത് മാത്രല്ല, ഞാൻ എന്റെ അപ്പൂപ്പന് കഞ്ഞി കൊടുക്കുന്ന പോലെ അങ്കിളിന് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയത്. എനിക്ക് സങ്കടം വന്ന അങ്കിള് ഓക്കെ ഔട്ടോ പെട്ടെന്ന്. സെയിം പിച്ചടി. എന്റെ അപ്പൂപ്പന് പിടിച്ചോണ്ട് വരുന്ന പോലെ ഞാൻ ഈ മനുഷ്യനെ പിടിച്ചോണ്ട് വന്ന് മുതലാളിന്. യെസ് ഗൈസ്, അങ്ങനെയാണെങ്കിൽ എന്റെ ഗ്രാൻഡ് ബയ്ക്ക് ബെഡ് വിരിച്ചു കൊടുക്കും പോലെയാണ് ഞാൻ അങ്കിളിനും ബ്രെഡ് വിരിച്ചു തന്നത്. പൈസ കൊടുത്താ ഈ സ്നേഹം കിട്ടൂല മോലാളി. കിട്ടുവോ? ഇല്ലടേ, ഞാൻ പറയാം. എനിക്ക് നിങ്ങളുടെ സ്നേഹം എല്ലാം ഉണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമിച്ചാൽ. അയ്യോ അങ്കിൾ അങ്ങനെ പറയല്ലേ. എന്റെ അപ്പൂപ്പനെ പോലെ ഞാൻ കാണുന്ന. ഞങ്ങളോട് ക്ഷമയൊന്നും ചോദിക്കല്ലേ. മോലാളി കഞ്ഞി കുടിക്കണം മോലാളി. പൊതിച്ച കൊള്ളി കൂടാണ്.